ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് ഓടുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നിർത്താണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിയും. ഇരിക്കൂലേ? 10 മിനിറ്റ് ഇരിക്കൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാശമേ, നല്ല ഉറക്കിലായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മൻ ബഅസനാ മിൻ മർഖദിനാ. നല്ലതുപോലെ സുഖിമാമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ മുഖേന അല്ലാഹു മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ? ആ ഖിയാമത്ത് നാളാണിത്. അംബിയാ മുർസലീങ്ങൾ വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടച്ചറബ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ആ ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ്. ഇൻ കാനത് ഇല്ലാ സ്വയ്ഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഒരൊറ്റ അട്ടഹാസമാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആ ശബ്ദ കോലാഹലത്താൽ ലോക ജനത മുഴുവൻ ഖബറിൽ കടക്കുന്നവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. എല്ലാവരും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. ഒരാൾ പോലും ഒഴിവാകുകയില്ല, ഒരാൾ പോലും മഹ്ശറയെ തൊട്ട് ഒഴിവാകുകയില്ല. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നമൻ വദഅ യദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ. ഈ ദുനിയാവിൽ വികാര വിചാരത്തോടുകൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ, വീടിന്റെ അകത്തലങ്ങൾ കടന്നു ചെന്ന് അന്യ പെണ്ണാണ്, അയൽവാസിയാണ്, അന്യ പെണ്ണാണ്,
ബന്ധുക്കാരിയാണ്, അന്യ പെണ്ണാണ്, കൂട്ടുകാരിയാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരി, എത്രയോ സഹോദരങ്ങള് വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മക്കനെ എട്ടതാകുന്ന സഹോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ കാണുന്ന അശ്ലീലതകളല്ലേ പരസ്യമായി നടുറോഡുകളിൽ, പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറികളിൽ, ബീച്ച് റോഡുകളിൽ, അഴീക്കൽ ബീച്ചിലടക്കം, വർക്കല ബീച്ചിലടക്കം ഈ അടുത്ത് എത്രയോ ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത്. ഒരു കൊടയതാ ചരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മറയില്ല. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് 10ാം ക്ലാസ്സിലും പ്ലസ് 1-നും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ. ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, ദീനിയായ ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ്. ലഹരിക്കടിമപ്പെട്ട യുവത്വത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരികൾ മാറിയില്ലേ? മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമ്പുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി, അവരുമായി പ്രേമത്തിലായി, അവർ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതായെന്ന തലത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ? എത്രയെത്ര പെൺകുട്ടികളാണ് ഗർഭിണികളായത്, എത്രയെത്ര പെൺകുട്ടികളാണ് അബോർഷനാക്കിയത്. വാപ്പയറിയാതെ ഉമ്മയറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നശിപ്പിച്ചതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ടവരെ നശിപ്പിച്ചു കളഞ്ഞതായ യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാളെ നരകത്തെ അല്ലാഹു മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. 70,000 മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുവരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. അല്ലാഹുവിന്റെ ദർബാറിൽ കോടാനുകൂടി മലക്കുകൾ മുഴുവനും സഫായിട്ട് മഹ്ശറിൽ പടച്ച റബ്ബിന്റെ വിചാരണ കാത്തുകൊണ്ട് എല്ലാവരും വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ദുനിയാവിൽ കടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ മനുഷ്യനില്ലേ, കള്ളു കുടിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരതമലം അയർത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നമൻ വദഅയദഹു അലംറാ ലാ തഹില്ലു ലഹു ബിശഹ്വാ. അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, അന്യ പുരുഷന്റേതാകുന്ന ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ, ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക വിരിച്ചു കൊടുത്തതായ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ലോകരെ പഠിപ്പിക്കുകയാണ്. ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുകയാണ്. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ ബസ്സിൽ, ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാം സ്ഥലങ്ങളിൽ നീ രതിക്കിടയിലേക്ക് നിന്റെ കൈകളെ കൊണ്ടുപോയോ, ഈ 2 കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. അനങ്ങാ പറ്റില്ല ചെറുപ്പക്കാരാ, അനങ്ങാ പറ്റില്ല പെങ്ങളെ. ഇത് റബ്ബിന്റെ കോടതിയാണ്, തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ. സമ്പത്തിന്റെ പളവളപ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. ഞാൻ കോടിക്കണക്ക് രൂപ മെത്ത കച്ചവടം നടത്തിയവനാണ്, ഞാൻ വലിയതാകുന്ന സൗഭാഗ്യമുള്ളവനാണ്, അമ്പര ചുംബികളായ മണിമേടകൾ വെച്ചവനാണ്, ഞാൻ മാളിക സൗധങ്ങൾ പണിതുയർത്തിയവനാണ്, എനിക്ക് പോരുവഴി അങ്ങാടിയിൽ എനിക്ക് കടമുറികളുണ്ട്, ഞാൻ കരുനാഗപ്പള്ളി അറിയപ്പെട്ടതാകുന്ന ധനികനാണ്, വലിയ സമ്പന്നനാണ്. എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും, 10 മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും, യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ, ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ് മഹ്ശറാവൻ മഹ്ശറാ. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ.
ഈ ദുനിയാവിൽ നിനക്ക് SI, ഈ ദുനിയാവിൽ നിനക്ക് CI, ഈ ദുനിയാവിൽ നിനക്ക് DYSP, ഈ ദുനിയാവിൽ നിനക്ക് SP, ഈ ദുനിയാവിൽ നിനക്ക് DIG. നിനക്ക് ദുനിയാവിൽ ആരെല്ലാമായിട്ട് ബന്ധമുണ്ടോ? MLA-യുമായി ബന്ധമുണ്ട്, MLA-യുമായി ബന്ധമുണ്ട്, MP-യുമായി ബന്ധമുണ്ട്, മന്ത്രിമാരുമായി ബന്ധമുണ്ട്, പ്രൈം മിനിസ്റ്ററുമായി കടമയുണ്ട്. എല്ലാവരുമായി എത്രയേറെ ബന്ധമുണ്ടെങ്കിലും ആരും നിനക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഒരാളുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. അവിടെ സംസാരിക്കണമെങ്കിൽ പടച്ച റബ്ബ് പറയണം. അവിടെ സംസാരിക്കണമെങ്കിൽ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ കൈകളാണ് പടച്ച റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുക. ആ സമയത്ത് വല്ലാത്ത വേദനയാണ്, വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ നിന്റെ കൈ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നീ പിടിച്ചവനാണോ? പെങ്ങളെ, ചെറുപ്പക്കാരാ, നാളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആളുകൾ അവനെ തിരിച്ചറിയും. ഇവൻ ഇന്നാലിന്റെ മനുഷ്യനാണ്. ഇവൻ കരുനാഗപ്പള്ളിയിൽ കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി ജമാഅത്തിൽപ്പെട്ട ഇന്നാലിന്റെ മനുഷ്യനാണ്. ഇവൻ അന്യ പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. ഇവൾ അന്യ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചവളാണ്. അതുകൊണ്ടാണ് കൈകൾ ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നത്. ലോക ജനത മുഴുവൻ മഹ്ശറിലേക്ക് വരുമ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നു നിൽക്കുമ്പോ കൈകൾ മുഴുവൻ പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ ഖബലഹാ, അന്യ പെണ്ണിനെ ചുംബിച്ചവനാണോ? ദുനിയാവിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ നീ ചുംബനം നടത്തിയിട്ടുണ്ടോ? അവളുമായി ലിപ്ലോക്ക് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുരിലത്ത് ശഫതാഹു ബിമിഖറലിന്നാർ, 3000 വർഷം രാവും പകലും വെച്ചുകൊണ്ട് ചൂടാക്കിയതായ നരകത്തിലെ കത്രി കൊണ്ട് അവന്റെ ചുണ്ടങ്ങോട് വലിച്ചു നീട്ടുമത്രേ. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവന്റെ ചുണ്ടിനെ വലിച്ചു നീട്ടിയിട്ട് ആ ചുണ്ട് ചൂടുള്ള കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി